ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അതോടൊപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം, ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വെൽഡർമാരും ഫാബ്രിക്കേറ്റർമാരും അല്ലാതെ വേറെ ഒരു ജോബിലും നിങ്ങൾ ആളിനെ കൊണ്ടുപോകുന്നില്ലയോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അവരോട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു 10 ഹെവി ഡ്രൈവർ വേക്കൻസി ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയ്ക്ക് ഒപ്പം ചേർക്കുന്ന ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ നമുക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. ഒരിക്കലും കോൾ ചെയ്യാനൊന്നും പോകരുത്. ഒരു 10 വേക്കൻസിയേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് യൂറോപ്പിൽ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ. യൂറോപ്യൻ യൂണിയനിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാത്ത ഒരു വ്യക്തികളും ഇതിനകത്ത് വിളിക്കുകയോ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കഴിയുന്ന അനേകര് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കും യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കോടീശ്വരനാകുക എന്നൊക്കെയുള്ള ഉദ്ദേശങ്ങൾ കാണും. തീർച്ചയായിട്ടും ഇല്ല. ഒരുപാട് ഡ്രൈവേഴ്സൊക്കെ വർക്കില്ലാതെ നിൽക്കുന്നവരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു സാലറി, ഒരു 2000-2500 ബേസിക് സാലറി യൂറോ ഉള്ള ഒരു വേക്കൻസിയാണിത്. തീർച്ചയായിട്ടും ഹെവി ലൈസൻസ് ഉള്ളവര് ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. അല്ലാത്ത ഒരു വ്യക്തിയും അതിനകത്ത് കോൺടാക്ട് ചെയ്യരുത്. നിങ്ങൾ നല്ലൊരു ഡ്രൈവർ ആണെന്ന്, ഹെവി ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ ലൈസൻസ് കാര്യങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അതിന് റിപ്ലൈ അവർ തരുന്നതായിരിക്കും. അർജന്റായിട്ട് വേണ്ടത് 10 ഹെവി ഡ്രൈവർമാരെയാണ്. ഇതിന് ശേഷം ഇനി അടുത്ത ഒരു വേക്കൻസി വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയും. ആ വീഡിയോയിൽ നിങ്ങൾ ക്വാളിഫൈഡ്, ആ ജോബിൽ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനകത്ത് കോണ്ടാക്ട് ചെയ്യുക. ഞാൻ ആരെയും ഒരു ഇതായിട്ട് കാണുകയല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അനേകരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാനും നിൽക്കുന്നത്. എനിക്ക് കഷ്ടപ്പാടുകളുടെ ദുഃഖത്തിന്റെയൊക്കെ കാഴ്ചകൾ എനിക്ക് ഒരുപാട് കണ്ടതും കേട്ടതുമാണ്. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്, ഈ ഡ്രൈവർ അല്ലാത്ത ഒരാൾക്കാരും ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കരുത്. അപ്പൊ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ഇനി ഒരു പുതിയൊരു അപ്ഡേഷനുമായിട്ട് വരുന്നവരെ ബൈ. ഓക്കെ.